ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. 2020 ഒക്ടോബർ 26 പുറത്തിറങ്ങിയ സസ്പെൻസ് മിസ്റ്ററി ക്രൈം ത്രില്ലർ കൊറിയൻ ഡ്രാമയായിട്ടുള്ള പെൻതൗസ് വാർ ഇൻ ലൈഫ് സീസൺ 1 ആദ്യത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഇതെൻ്റെ ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഹേറ പാലസ് എന്ന ലക്ഷറി അപ്പാർട്ട്മെൻറ്റും അവിടെ താമസിക്കുന്ന ആളുകളും അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ സീരീസിലുടനീളം പറയുന്നത്. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്കാണ് ഇതിലെ ഓരോ എപ്പിസോഡും ചിത്രീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളും. ഇതിലെ ഓരോ എപ്പിസോഡുകളും നമ്മളെ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചിരുത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ നമുക്ക് കാണാം ആകാശം മുട്ടി നിൽക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ്. അവിടെ നിന്നും പിന്നെ നമ്മുടെ കാഴ്ച പോകുന്നത് വളരെ മനോഹരമായ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു റൂമിലേക്കാണ്. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഈ നടന്നു വരുന്ന സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ് ഷിം സൂര്യൻ. ഇവരെ നമുക്ക് വേണമെങ്കിൽ ഈ സീരീസിലെ നായിക എന്നൊക്കെ വിശേഷിപ്പിക്കാം. കാണുന്ന പോലെ തന്നെ ആളുടെ സ്വഭാവം അടിപൊളിയാട്ടോ. എല്ലാവരോടും സ്നേഹവും അനുബന്ധമൊക്കെ ഉള്ളൊരു സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ലേഡിയാണ് ഈ ഷിം സൂര്യൻ. ഹേറ പാലസിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് ഇവർ. ഈ സീരീസിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ എന്തായാലും ഓർത്തിരിക്കണം. കാരണം ഓരോ ക്യാരക്ടേഴ്സിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. 100 നിലയുള്ള ഈ ഹേറ പാലസ് വെറും ഒരു സാധാരണ അപ്പാർട്ട്മെൻ്റ് അല്ല. ഇവിടെ താമസിക്കുന്ന എല്ലാവരും പണക്കാരാണ്. ഏറ്റവും കൂടുതൽ പണമുള്ള ആളുകളായിരിക്കും മുകളിലുള്ള നിലകളിൽ താമസിക്കുന്നത്. 100ാമത്തെ നിലയിൽ താമസിക്കുന്ന ഫാമിലിയാണ് അവിടെ ഏറ്റവും കൂടുതൽ ക്യാഷുള്ള ടീം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഷിം സൂര്യൻ പെൻതൗസിലാണ് താമസിക്കുന്നത്, അതായത് 100ാമത്തെ നിലയിലാണ് താമസിക്കുന്നതെന്ന്. ലിഫ്റ്റിൽ നിന്നും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ട് ഞെട്ടുന്നത്. അവളുടെ മുന്നിലൂടെ ഒരു പെൺകുട്ടി താഴെയുള്ള പ്രതിമയുടെ മുകളിൽ വന്നിട്ട് വീഴുന്നു. ആരാണ് ആ പെൺകുട്ടി, അവൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇവരാണ് ഈ ഡ്രാമയിലെ അടുത്ത ഹീറോയിൻ ഓയോനി. ഇവരൊരു സിംഗിൾ പാരൻ്റാണ്. അതുകൊണ്ട് തന്നെ മകളെ നോക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇവർ റിയൽ എസ്റ്റേറ്റ് ജോലിയാണ് ചെയ്യുന്നത്. ഇവളുടെ കൂടെ വന്ന പൊളിറ്റീഷ്യനോട് ഇവൾ ചോദിക്കുന്നു, സാറിന് ഈ വീടൊക്കെ ഇഷ്ടമായോ? അപ്പോൾ അയാൾ പറയുന്നു, ഇവിടെ എനിക്ക് സേഫ് ആണല്ലോ അല്ലേ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവൾ പറയുന്നു, ഇല്ല, ഒരു പ്രശ്നവുമില്ല, സാറിന് വേണമെങ്കിൽ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു എൻട്രൻസ് കൂടിയുണ്ട്. അവൾ ആ വീടൊക്കെ ചുറ്റിക്കാണിക്കുന്നതിനിടയ്ക്ക് അയാൾ ചോദിക്കും, അല്ല, ഞാൻ എപ്പോഴും നിന്നോട് ചോദിക്കണമെന്ന് വിചാരിക്കും, നീ എന്തിനാണ് ഈ സ്കാർഫ് എപ്പോഴും കഴുത്തിൽ ചുറ്റിക്കൊണ്ട് നടക്കുന്നത്? അതും പറഞ്ഞ് അയാൾ അവളുടെ കഴുത്തിലുള്ള സ്കാർഫ് ഊരി മാറ്റും. അപ്പോഴാണ് കാണുന്നത് അവളുടെ കഴുത്തിലൊരു പാടുണ്ടായിരിക്കും. അവൾ പറയും, ഞാൻ സാറിനോട് പറഞ്ഞല്ലേ, ഇതെൻ്റെ സ്റ്റൈലാണ്, സാറിന് ഈ വീട് ഇഷ്ടമായ സ്ഥിതിക്ക് എനിക്കെൻ്റെ കമ്മീഷൻ തന്നാൽ പോവായിരുന്നു. അയാൾ പക്ഷേ അവൾക്കുള്ള വണ്ടിക്കൂലി മാത്രം കൊടുത്തിട്ട് പറയും, നിനക്ക് ലൈസൻസ് ഇല്ലാത്ത കാര്യമൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് വേഗം ഈ പൈസയും വാങ്ങിയിട്ട് പൊയ്ക്കോ എന്ന് പറയും. അത് കേട്ട് അവൾ ദേഷ്യം വന്ന് പിരികൊടുത്തുകൊണ്ട് പുറത്തേക്ക് വരും. അപ്പോഴാണ് അവളുടെ മുന്നിലൂടെ ഒരു ഫിലിം ആക്ട്രസ് നടന്നു പോകുന്നത് അവൾ കാണുന്നത്. അവിടെ നിന്ന് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഒരു സ്കൂളാണ്. അവിടെ ഒരു കുട്ടി നിന്ന് പാട്ട് പഠിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ പേരാണ് യൂജനി. ഇടയ്ക്ക് വെച്ച് അവളുടെ സൗണ്ട് ഒന്ന് ക്രാക്കാവും. അപ്പോൾ സാറ് പറയും, ജെന്നി, നീ ഇതിൽ ശ്രദ്ധിക്കുക, ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് എക്സാമിൽ ഫുൾ പാസ്സാവാൻ പറ്റുള്ളൂ. ഇതാണ് ബെറോണ. ഇവളുടെ അമ്മയാണ് നേരത്തെ കാണിച്ച ഓയോനി. ബെറോണ ഇവിടെ ഇരുന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്യായിരിക്കും. അപ്പോഴാണ് ജെനി വന്നിട്ട് ചോദിക്കുക, നീ എന്തിനാണ് ഇവിടെ കയറിയിരുന്നത്? ഇതെൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്ത് തന്നിട്ടുള്ള ക്ലാസ് റൂമാണ്. ഈ പിയാനോ എൻ്റെയാണ്, നീ ഇതിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഇതെങ്ങനെ നിൻ്റെ ആവുന്നു? ഇത് സ്കൂളിൻ്റെ അല്ലേ, അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യും. ഇതും പറഞ്ഞ് ബെറോണ പുറത്തേക്ക് പോകും. ഇത് കേട്ട് ദേഷ്യം സഹിക്കാൻ പറ്റാതെ ജെനി വന്നിട്ട് അവളുടെ അമ്മയുടെ അടുത്ത് പോയിട്ട് പരാതി പറയും. ഇവരാണ് കാങ്മാരി. മകളുടെ പരാതി കേട്ട ഉടനെ തന്നെ അമ്മ പറയും, നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം, അവളുടെ അഹങ്കാരമൊക്കെ ഞാൻ കുറച്ച് തരാമെന്ന്. ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് ബെറോണ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ ചോദിക്കും, നീ ക്ലാസ് അറ്റൻഡ് ചെയ്യാറില്ല അല്ലേ? ഞാൻ നിന്നെ സ്കൂളിലേക്ക് വിടുന്നത് പഠിക്കാനാണ്, അല്ലാതെ പാട്ട് പാടാനല്ല. ഇതും പറഞ്ഞിട്ട് അവിടെ കിടന്ന മ്യൂസിക് ബുക്സ് എല്ലാം ഇവൾ കീറിക്കളയുന്നു. അപ്പോൾ റോന പറയും, അമ്മ ഇതൊക്കെ കീറി കളഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ പാട്ട് പഠിക്കുക തന്നെ ചെയ്യും, ഇതൊക്കെ എനിക്ക് മനപ്പാടാണെന്ന്. എന്നിട്ട് അവളുടെ മുന്നിൽ വെച്ചിട്ടൊരു പാട്ട് പാടിക്കൊടുക്കുന്നു. ഓയോനി പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. അവൾ ആ ഒരു ഓർമ്മ വളരെ സങ്കടത്തോടെ ഓർക്കുന്നുണ്ട് മകളുടെ പാട്ട് കേൾക്കുമ്പോൾ. ഇനി നീ പാട്ട് പാടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞിട്ട് ഓയോനി റൂമിലേക്ക് കയറിപ്പോകും. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ പാട്ട് പാടുക തന്നെ ചെയ്യുന്നു പറഞ്ഞിട്ട് റോന രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകും. പിന്നെ അവിടുന്ന് ഭാഗം കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് ഹേറ പാലസ് ആണ്.
ഇപ്പോൾ കാറിൽ വന്നിറങ്ങിയത് കൊറിയയിലെ തന്നെ ഏറ്റവും വലിയ ഗായികയായ ചിയോങ് സ്യോജിനാണ്. അവരും ഹെയറ പാലസിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ അവൾ അവിടെയുള്ള ഒരു കുട്ടിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് ആ കുട്ടി പാട്ട് തെറ്റിക്കുമ്പോൾ അവൾ ചോദിക്കും, മിൻഹ്യോക്ക്, നിനക്ക് ശരിക്കും പാട്ട് പാടണമെന്ന് ആഗ്രഹമില്ലേ? നന്നായിട്ട് പാട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്കൊരിക്കലും ചിയോങ് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല എന്ന് അവൾ പറയുന്നു. അത് കേട്ടിട്ട് മിൻഹ്യോക്കിൻ്റെ അമ്മ പറയും, അയ്യോ മാഡം അങ്ങനെ പറയരുത്, അവൻ നന്നായിട്ട് പാടും, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് മാഡത്തിന് മുമ്പിൽ ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുവരുമെന്ന് പറയും. അപ്പോൾ അവിടേക്ക് യൂജനിയുടെ അമ്മയായ കങ്മാരി കയറി വരും. എന്നിട്ട് പറയും, മാഡം എൻ്റെ മകളെ കൂടെ നിങ്ങളുടെ ക്ലാസ്സിൽ ഒന്ന് ചേർക്കണം, അവൾക്കും ചിയോങ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ട്, അതുകൊണ്ട് അവളെ ഒന്ന് പരിഗണിക്കണം എന്ന് പറയും. അപ്പോൾ അവൾ പറയും, നിങ്ങൾക്കറിയാലോ എൻ്റെ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോഴും വരുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ മകളുടെ കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പോഴാണ് അവരവിടെയുള്ള ട്രോഫി കാണുന്നത്. ഇത് ചിയോങ് ആർട്സ് ഫെസ്റ്റിൽ ഫസ്റ്റ് അടിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന ലെജൻഡറി ട്രോഫി അല്ലേ? മിൻഹ്യോക്കിൻ്റെ അമ്മ ചോദിക്കും. എന്നിട്ട് കാങ്മാരിനോട് പറയും, പണ്ട് സ്യൂജിൻ പഠിക്കുന്ന സമയത്ത് ഇവർക്ക് ഫസ്റ്റ് കിട്ടിയത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ അസൂയപ്പെട്ടിട്ട് ഒരു കുട്ടി ഇവളുടെ കയ്യിൽ നിന്ന് ട്രോഫി വാങ്ങിയിട്ട് അവരുടെ കഴുത്ത് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു, അങ്ങനെയാണ് ഇതൊരു ലെജൻഡറി ട്രോഫി ആയിട്ട് മാറിയെന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്യോജിൻ ശരിക്കും പഴയ കാലത്ത് എന്തോ ഒരു ഓർമ്മയിലേക്ക് പോകുന്നുണ്ട്. ഹെയറ ക്ലബിൻ്റെ മീറ്റിംഗ് ഇന്ന് എൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വരണം, വരുമ്പോൾ എന്തായാലും ഒരു സാധനം കൊണ്ടുവരരുതെന്നും അവൾ പറയുന്നുണ്ട്. ഇതും പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി അവരുടേതായിട്ടുള്ള ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട്. സ്യോജിൻ്റെ ഫ്ലാറ്റ് ഹൈ സോണിലും കൊസാങ്ങയുടെയും അതുപോലെ തന്നെ കാങ്മാരിയുടെയും ഫ്ലാറ്റ് ലോ സോണിലുമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, സ്യോജിൻ എന്ന് പറയുന്നത് ചില്ലറക്കാരിയൊന്നുമല്ല, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവൾ ഈവനിങ് ഫംഗ്ഷനിലേക്ക് റെഡിയായി നിൽക്കുമ്പോഴാണ് അവളുടെ ഭർത്താവായ ഹായുൻചുൾ കയറി വരുന്നത്. അവൾ അവളുടെ ഭർത്താവിനോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഡ്രസ്സ് നിങ്ങൾക്ക് മാച്ചേ അല്ല, അതുകൊണ്ട് നിങ്ങളിത് വേഗം മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇടാമെന്നത്. അപ്പോൾ അവൻ പറയും, ആദ്യം നീ നിൻ്റെ കാര്യം നോക്ക്, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. ഏകദേശം ഇവർ തമ്മിലുള്ള ഒരു പോക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ? ഈവനിങ് മീറ്റിങ്ങിനായിട്ട് എല്ലാവരും സ്യോജിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ മുന്നിൽ വെച്ചിട്ട് അവൾ അവളുടെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹത്തിലൊക്കെയാണ് പെരുമാറുന്നത്. ഈ കൂട്ടത്തിലിരിക്കുന്ന ബ്ലൂ കളർ കോട്ടിട്ട ആളാണ് ലീ ക്യൂജിൻ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഗൊസാങ്ങ. അതുപോലെ തന്നെ മിൻഹ്യൂക്ക് ഇദ്ദേഹത്തിൻ്റെ മകനാണ്. ഇയാളൊരു വക്കീലാണ്. പെൻ്റ് ഹൗസിലുള്ള ആരും വന്നില്ലല്ലോ, അവർ ഭയങ്കര ബിസി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരാത്തതെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പെൻ്റ് ഹൗസിലുള്ള കപ്പിൾസ് വരുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് കണ്ട ഷിം സൂര്യാനും അവളുടെ ഭർത്താവായ ജുദന്തയും. ഹെയറ പാലസിൻ്റെ ചെയർമാനാണ് ജുദന്തെ. ലേറ്റായി വന്നതിന് സോറി പറഞ്ഞിട്ട് ഷിം സൂര്യൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കവർ എടുത്തിട്ട് സ്യോജിന് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു കേക്കായിരിക്കും, അതേ സെയിം കേക്ക് അവൾ അവളുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. വന്ന ഗസ്റ്റിൻ്റെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഹായൻചൂട് പറയുന്നു, ഈ ഫുഡിൽ പകുതിയും ഞങ്ങൾ വാങ്ങിയത് വലിയ വലിയ ഹോട്ടലിൽ നിന്നാണ്, അല്ലാതെ സ്യൂജിൻ ഉണ്ടാക്കിയൊന്നല്ല എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഷിംസൂര്യാൻ ഉണ്ടാക്കിയ കേക്ക് എല്ലാവരും കഴിച്ചിട്ട് അവരെല്ലാവരും നല്ല അഭിപ്രായവും പറയുന്നു. ഇത് കേട്ടിട്ട് ദേഷ്യം പിടിച്ച് അസൂയ മൂത്ത് അവൾ അവിടെ നിന്ന് എണീറ്റ് പോകും. വൈൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹായൻചൂട് ഉള്ളിലേക്ക് വരുമ്പോൾ അവനായിട്ട് ഇവൾ നന്നായിട്ട് അടി കൂടുന്നുണ്ട്. ഇവൾ ചോദിക്കും, മറ്റുള്ളവരുടെ ഭാര്യമാരെ പറ്റി പൊക്കി പറയുക, എന്നിട്ട് സ്വന്തം ഭാര്യനെ തരം താഴ്ത്തി പറയുക, എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലുള്ള ബോട്ടിൽ വാങ്ങിയിട്ട് എറിഞ്ഞു പൊട്ടിക്കുന്നു. ഇതൊക്കെ ഷിംസൂര്യാൻ കണ്ടു നിൽക്കുന്നുണ്ടാവും. സ്യൂജിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഷിംസൂര്യാൻ പറയും, എല്ലാം ശരിയാവുന്നു, പക്ഷേ അവൾക്ക് ഈ സംസാരം തീരെ ഇഷ്ടപ്പെടുന്നില്ല. പാർട്ടി നടക്കുന്നതിനിടയ്ക്ക് ചെയർമാൻ ജൂനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂജിൻ അവിടുന്ന് പല കളികളും കളിക്കുന്നുണ്ട്. അയാൾ അതിൽ വീഴുന്നുമുണ്ട്. ഒന്നും നടക്കാത്ത പോലെ വളരെ നല്ലൊരു വ്യക്തിയായിട്ടാണ് അയാളുടെ ഭാര്യേൻ്റെ മുന്നിൽ അയാൾ ബിഹേവ് ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെ തൻ്റെ ഭർത്താവിനെ അമിതമായിട്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ഷിൻസൂര്യാനെ ശരിക്കും ഇയാൾ ഇതിൽ ചീറ്റ് ചെയ്യാണ്. ചിയോങ് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് അവരുടെ കോളേജിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ നിൽക്കുകയാണ് നമ്മുടെ ബെറോണ. ഇത് കണ്ടിട്ട് യൂജനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവൾ എന്തായാലും ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കരുതിയിട്ട് ജെനി കുറച്ച് റെഡ് പെയിൻ്റ് എടുത്തിട്ട് അവളുടെ ദേഹത്തൊക്കെ ആക്കും. എന്നിട്ട് പറയും, വെള്ളത്തിൽ ബെറോണ പോയിസൺ കലർത്തി അത് കുടിച്ചതിന് ശേഷം ബ്ലഡ് വൊമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ടുകഥ ഉണ്ടാക്കും. അപ്പോഴേക്കും ജെനിയുടെ അമ്മ വന്നിട്ട് അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. റോന അവിടുന്ന് മാക്സിമം പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇത് ഇവൾ അഭിനയിക്കുകയാണ്, ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവൾക്ക് എന്നോട് അസൂയാണ്, ഞാൻ ഇവളെക്കാളും നന്നായിട്ട് പാടുന്നത് കൊണ്ട് ഇവൾ എന്നോട് ആ ഒരു ശത്രുത തീർക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബെറോണയും പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തല്ലാവുന്നുണ്ട്. ഈ തല്ലും ബഹളമൊക്കെ കാണുമ്പോൾ ഓയോനി വീണ്ടും അവളുടെ പഴയ ഓർമ്മകളിലേക്ക് പോവുകയാണ്. ഈ ഒരു സീൻ കണ്ടാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും ചിയോങ് സോജിനും അതുപോലെ തന്നെ ഓയോനിക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് ഈ ഒരു സീനിലൂടെ നമുക്ക് വ്യക്തമാവും. അതായത് ഇവർ രണ്ടുപേരും ഒരു സ്കൂളിലാണ് പഠിച്ചത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഓയോനിനെ അവളുടെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്
സിയോജിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് അവിടുന്ന് അവളുടെ സിയോജിൻ്റെ അച്ഛനും അമ്മയെല്ലാം അവളെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഇയാൾ സിയോജിൻ്റെ അച്ഛനാണ്. ഇയാളാണ് അവിടുത്തെ ഡയറക്ടർ, ചിയോങ് ആർട്സ് സ്കൂളിൻ്റെ ഡയറക്ടർ. തൻ്റെ ഗതി തൻ്റെ മൂക്കും വരരുതെന്ന് കരുതിയിട്ട് ഓയുനി അവിടെ ഇരുന്നിട്ട് അവരോട് മാപ്പ് പറയുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് ബെറോന അവിടുന്ന് ദേഷ്യം പിടിച്ച് ഓടിപ്പോവുകയാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ അമ്മ അവരോട് സോറി പറയേണ്ട ആവശ്യം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പുറത്തേക്ക് ഓടിപ്പോകും. റോനേനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണ് ഓയുനി അപ്പം അങ്ങനെ പെരുമാറിയത്. ഇതൊക്കെ കേട്ട റോനയ്ക്ക് അമ്മേനോട് വെറുപ്പാണ് തോന്നിയത്. അത് മാത്രമല്ല അവൾ പറയുന്നുണ്ട്, അച്ഛനുണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, അമ്മേനോട് എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവൾ അവിടുന്ന് ഓടിപ്പോയി. ഇവളാണ് സുക്കൂൻ. ഇവക്കൊരു ട്വിൻ ബ്രദർ ഉണ്ട്, സുക്കൂൻ. അവൻ നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം ഒക്കെ എഴുതും. പക്ഷേ ഇവൾ തീരെ പഠിക്കൂല. എല്ലാ എക്സാമിനും സുക്കൂനാണ് ഇവളെ കോപ്പി അടിക്കാൻ സഹായിക്കുന്നത്. ഇവർ രണ്ടുപേരും പെൻഹൗസിലാണ് താമസിക്കുന്നത്. അതായത് ജുദന്തയുടെയും ഷിംസൂരിയാൻ്റെയും മക്കളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ എക്സാമിനും ഇവർ ക്ലാസ് ഫസ്റ്റ് ആയിരിക്കും. അതിനു വേണ്ടിയിട്ട് ചെയർമാൻ ജു ഒരുപാട് ക്യാഷും ചിലവാക്കുന്നുണ്ട്. ഹെറ പാലസിലെ കുട്ടികളെ മാത്സ് ട്യൂഷൻ എടുക്കാൻ ഒരു ട്യൂട്ടർ ആവശ്യമുണ്ടെന്ന് കേട്ടിട്ട് വരുന്നവളാണ് അന്നാലി. അവളുടെ ഡ്രസ്സിങ്ങും കീറി പറഞ്ഞ ആ ഷൂ ഒക്കെ കണ്ടിട്ട് സിയോജിൻ അവളെ ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റേറ്റ്സിൽ സിയോജിൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് അന്നാലിയും പഠിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല അവൾ അപ്പോൾ ഒരു ലോക്കറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ആപ്പിൾ ഷേപ്പിലുള്ള ലോക്കറ്റ്. അവൾ പഠിച്ച സ്കൂളിനടുത്ത് ഒരു കടയിലായിട്ട് ഒരു കാരമൽ ആപ്പിൾ കിട്ടും. അതവിടെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അതേ ഷേപ്പിലുള്ള ഒരു ലോക്കറ്റാണ് അവളുടെ കഴുത്തിലും ഉണ്ടായിരുന്നത്. ഇപ്പോൾ അന്നാലി അവിടെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റഡ് ആയി. പക്ഷേ ഇവരാരും തന്നെ അവളുടെ ക്ലാസ്സിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സുക്യോങ് അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ അന്നാലി പറയുന്നുണ്ട്, വെറും ഒരു 10 മിനിറ്റ് മാത്രമല്ലേ ഞാൻ ഇവിടെ നിങ്ങളോട് ഇരിക്കാൻ പറയുന്നുള്ളൂ, അത്ര നേരം ഇരിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ലേന്ന്. അത് കേട്ടിട്ട് സുക്യോങ് ആകെ ദേഷ്യം പിടിച്ചിട്ട് അവളുടെ കോട്ട് വരും. എന്നിട്ട് പറയും, നീ ഇട്ടിരിക്കുന്ന ഇതേ ഡ്രസ്സാണ് ഞാനും ഇട്ടിട്ടുള്ളത്, പക്ഷേ എൻ്റെത് ബ്രാൻഡഡ് ആണ്, നിൻ്റെതോ? അങ്ങനെ അവളെ എല്ലാവരും കൂടെ കളിയാക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് അവിടെ ഒരു കുട്ടി മാത്രമേ ഇരിക്കുന്നുണ്ട്. അവളുടെ പേരാണ് ഹാംബ്യോൾ. അവൾ ചിയോങ് സിയോജിൻ്റെയും അതുപോലെ തന്നെ ഹായിൻചൂളിൻ്റെയും മകളാണ്. ഹാംബ്യോൾ പറയും, സുക്യോങ്ങിനെ നിങ്ങൾ ചോദ്യം ചെയ്തത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനിവിടെ ക്ലാസ്സിൽ ഇരിക്കുകയാണ്, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തോളൂ എന്ന്. ചെയർമാൻ ജു ഹായിൻചൂളിനും അതുപോലെ തന്നെ വക്കീലിനും അവർ ബിസിനസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്യാഷ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെയർമാൻ ജു അവരോട് പറയുന്നുണ്ട്, ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്, അത് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷത്തിനുള്ളിൽ അവിടെ ഡെവലപ്ഡ് ആവും. അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി, അതായത് നമ്മൾ വാങ്ങിച്ചതിൻ്റെ 3 ഇരട്ടി പണം നമുക്ക് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് അവരവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെൻഹൗസിൽ ഇപ്പോൾ ഫാമിലി ഗ്യാതറിംഗ് നടക്കുന്നുണ്ട്. അവിടേക്ക് കാങ്മാരിയും അതുപോലെ തന്നെ നമ്മുടെ വക്കീലിൻ്റെ ഭാര്യയും ചിയോങ് സിയോജിനൊക്കെ വന്നിട്ടുണ്ട്. പാർട്ടി നടക്കുന്നതിനിടയ്ക്ക് ഷിംസൂരിയാൻ്റെ ഫോണിൽ പെട്ടെന്നൊരു മെസ്സേജ് വരുന്നുണ്ട്. അതുമാത്രമല്ല അവൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകേണ്ടിയും വരുന്നുണ്ട്. ഷിംസൂരിയാൻ പോയത് ഒരു ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ഒരു കുട്ടി സീരിയസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ജുദന്തയുടെ ആൾക്കാർ വീഡിയോ റെക്കോർഡായിട്ട് അയാൾക്ക് അയച്ചു കൊടുക്കുന്നുമുണ്ട്. അതായത് ഷിംസൂരിയാനെ എപ്പോഴും ഫോളോ ചെയ്യാനായിട്ട് ഒരാളുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. ബാക്കിയുള്ള എല്ലാവരും കുടിച്ചിട്ട് പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെയർമാൻ ജുവും അതുപോലെ തന്നെ ചിയോങ് സിയോജിനും തമ്മിൽ വേണ്ടാത്തൊരു റിലേഷനിൽ ഏർപ്പെടുന്നുണ്ട്. പിറ്റേ ദിവസം ബെറോന സിയോജിനെ കാണാൻ വേണ്ടിയിട്ട് ഹെറ പാലസിലേക്ക് പോവുകയാണ്. അവളെ പാട്ട് പഠിപ്പിക്കണം എന്നുള്ള ആവശ്യം പറയാൻ വേണ്ടി. പക്ഷേ സിയോജിൻ അവളെ പാട്ട് പഠിപ്പിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ്. എനിക്ക് നിന്നെ പാട്ട് പഠിപ്പിക്കാനൊന്നും പറ്റില്ല, ഇവിടെ ഓൾറെഡി എനിക്ക് ഒരുപാട് കുട്ടികളുണ്ട്, അതുകൊണ്ട് നീ വേഗം ഇവിടുന്ന് പൊയ്ക്കോ എന്നൊക്കെ പറയും. മാഡം എനിക്കൊരൊറ്റ അവസരം തരണം, ഞാൻ നന്നായിട്ട് പാടും, എന്നെ ഒന്ന് ഇവിടെ എടുക്കണം, എന്നെ ഇവിടെ പാട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ബെറോന വീണ്ടും അവളോട് അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കും, നിൻ്റെ പാരൻസ് ഉണ്ടോ കൂടെ, അവരെ കൊണ്ടുപോകാണ്. അപ്പോൾ അവൾ പറയും, എനിക്ക് ആകെ അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല, അമ്മയ്ക്കാണെങ്കിൽ ഞാൻ പാട്ട് പാടുന്നത് തീരെ ഇഷ്ടമല്ലാണ്. ഇത് കേട്ട സിയോജിൻ അപ്പോൾ തന്നെ പറയും, നീ വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ, എന്തായാലും നിന്നെ ഇവിടെ എനിക്ക് എടുക്കാനേ പറ്റില്ല, പാരൻസിൻ്റെ സമ്മതമില്ലാതെ ഞാൻ ഒരു കുട്ടികളെയും പഠിപ്പിക്കില്ല എന്ന്. പക്ഷേ റോന അങ്ങനെയൊന്നും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. സിയോജിനായിട്ട് അവളൊരു പാട്ട് പാടി കൊടുക്കുന്നുണ്ട്. സിയോജിൻ അത് കേട്ട് ഞെട്ടും. അവൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഓയുനിയുടെ മുഖമാണ്. അപ്പോഴേക്കും നമ്മുടെ ഓയുനി അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് പറയും, നിന്നോട് ഞാൻ പാട്ട് പാടരുതെന്ന് പറഞ്ഞല്ലേ, വേഗം വാ, ഇവിടുന്ന് വേഗം പോവാം നമുക്ക്. സിയോജിന അപ്പോൾ ഇവിടെ കണ്ടിട്ട് ഞെട്ടുന്നുണ്ട്. 2 പേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കും. ബെറോണ അപ്പം നിൻ്റെ മകളാണോ? വെറുതെ അല്ല, പരിചയമുള്ളൊരു സൗണ്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാണെന്ന് ഇവള് പറയും. അപ്പോൾ ബെറോണ ചോദിക്കും, അമ്മ ആ കോളേജിലാണോ പഠിച്ചത്, എന്നിട്ടാണോ എന്നെ പാട്ട് പഠിക്കാൻ വിടാത്തതെന്ന്. ഓ, അപ്പോൾ നിൻ്റെ അമ്മയുടെ ഷെയിംഫുൾ ആയിട്ടുള്ള പാസ്റ്റ് എന്ന് നിന്നോട് ഇവള് പറഞ്ഞു തന്നിട്ടില്ലല്ലേ? ഒരു കണക്കിനത് പറയാത്തതാണ് നല്ലത്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ഓയോനി അവളോടായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നീയാണ് എല്ലാ കള്ളത്തരങ്ങളും കാണിച്ചു കൂട്ടിയത്, ഒന്ന് ചിന്തിച്ച് നോക്കുന്നത്. പണ്ട് ചിയോങ് ആർട്സ് ഫെസ്റ്റിൽ എല്ലാ പരിപാടികൾക്കും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഓയോനിയാണ്. പക്ഷേ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണെങ്കിലോ നമ്മുടെ ചിയോങ് സിയോജിന്. അത് അവളുടെ അച്ഛൻ്റെ പിടിപാട് കൊണ്ടാണ് അവൾക്ക് അന്ന് ആ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതെന്ന് എല്ലാവർക്കും അറിയാം.
പക്ഷേ ഇത് കണ്ടിട്ട് ഓയോനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവൾ കഷ്ടപ്പെട്ട് പാടിയിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണെങ്കിലോ ചോങ്സ്യോജിന്. ഈ പരിപാടി കഴിഞ്ഞ ഉടനെ ഓയോനി അവളൊരു ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് പറയും, ഈ ട്രോഫിക്ക് നീ അർഹതയുള്ള ആളല്ല, അത് നിനക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ നീ ഒരു നാണവും ഇല്ലാതെ ഇത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. ഇതുവരെയുള്ള എല്ലാ പ്രോഗ്രാംസിനും നിനക്കല്ലേ ഫസ്റ്റ് കിട്ടിയത്, ഇതിൽ എനിക്കാണ് കിട്ടിയത്, ഈ ട്രോഫി എൻ്റെതാണെന്ന് പറഞ്ഞിട്ട് സ്യോജിനും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നന്നായിട്ട് അടി കൂടുന്നുണ്ട്. അതിനിടയ്ക്ക് ഓയോനി പറയുന്നുണ്ട്, ഇത് നീ എന്നെ പറ്റിച്ചുണ്ടാക്കിയതാണ്, അത് നീ തന്നെ വെച്ചോ, പക്ഷേ നീ ഇതിന് ഒട്ടും അർഹതയുള്ള ആളല്ല, നീ ഒരു പെരും കള്ളിയാണെന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കും. അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ സ്യോജിൻ അവളുടെ കയ്യിലുള്ള ട്രോഫി വെച്ചിട്ട് അവളുടെ കഴുത്തിന് ഒരൊറ്റ വെട്ട് വെട്ടും. അത് മാത്രമല്ല, ഓയോനിയുടെ ദേഹത്തുള്ള കുറച്ച് ബ്ലഡ് അവളുടെ ദേഹത്താക്കിയിട്ട് അവൾ അവിടെ ബോധം കെട്ട് കിടക്കും. ഈ ഒരു കാരണം കൊണ്ടാണ് ഓയോനിനെ അവളുടെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ടതുപോലെ ഓയോനി എപ്പോഴും സ്കാർഫ് കെട്ടി നടക്കുന്നത് ഈ ഒരു പാട് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഓയോനിക്ക് പാട്ട് പാടാനേ പറ്റിയിട്ടില്ല. കാരണം അവളുടെ വോക്കൽ കോഡിന് തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് സ്കൂൾ വയലൻസ് കമ്മിറ്റിയിൽ റോനേനെയും അവളുടെ അമ്മേനെയും എല്ലാവരും കൂടെ ചോദ്യം ചെയ്യുന്നതാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെങ്ങനെയാണ് ഇവിടെയുള്ള വെള്ളം കുടിക്കുക, നിങ്ങളുടെ മകൾ ഇതിൽ പോയ്സൺ ചേർത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇവരെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ മകളെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, പകരം അവളെ വേറെ സ്കൂളിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം കേട്ട ഓയോനി ദേഷ്യം വന്നിട്ട് സ്കൂൾ വയലൻസ് കമ്മിറ്റിയിലുള്ള ലീഡറിൻ്റെ ഫ്രണ്ടിലെ 2 പല്ല് ഡ്രോപ്പ് കിക്ക് ചെയ്തിട്ട് പൊഴിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയും, എൻ്റെ മകൾ ഈ സ്കൂളിൽ തന്നെ പഠിക്കും, പഠിച്ചിട്ട് പാസ്സാവും, ഇനി അതിലാരെങ്കിലും തടസ്സം നിന്നാൽ അവരൊക്കെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് അവളുടെ മകളെയും വിളിച്ച് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ആ പോക്ക് അവൾ പോകുന്നത് വേറെ എങ്ങോട്ടല്ല, നമ്മുടെ സ്യോജിൻ്റെ വീട്ടിലേക്കാണ്. അവൾ അവിടെയുള്ള ആ ട്രോഫി എടുത്തതിന് ശേഷം മകളോട് പറയുന്നുണ്ട്, നിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ പാട്ട് പഠിപ്പിക്കുക തന്നെ ചെയ്യും, ഇത് എനിക്ക് കിട്ടേണ്ടിയിരുന്ന ട്രോഫിയാണ്, പക്ഷേ ഇത് പെരുങ്കള്ളിയായിട്ടുള്ള ചോൻസ്യോജിൻ്റെ കയ്യിലാണ് എത്തിപ്പെട്ടത്, ഈ ട്രോഫി നീ വാങ്ങണം, ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് നീ ചെയ്യില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരും. അതുവരേക്കും ലവ് യു, ടേക്ക് കെയർ.